ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഒരു ക്രോഷ്യോ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. ഈസ്റ്റർ ഒക്കെ ഇങ്ങ് അടുക്കാറായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് കുറച്ച് ഡെക്കോ ഐറ്റംസ് ക്രോഷ്യോ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് ക്യാരറ്റ്. അപ്പം അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ക്യാരറ്റ് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. അപ്പം ഇത് ബേസിക് സ്റ്റിച്ച് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. സിംഗിൾ ക്രോഷ്യോ വെച്ചിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ ഇത്. അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഇനി നമ്മൾ ഈ ക്യാരറ്റ് ചെയ്യാനായിട്ട് എടുക്കുന്ന യാൺസും നീഡിലും എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ പറയാം കേട്ടോ. 2 സ്ട്രാൻഡ്സ് ഇട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇതുപോലെ 2 സ്ട്രാൻഡ്സ് ഇട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് 2 ഉണ്ടയാണ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പം ഇത് നമ്മൾ മേടിച്ചിരിക്കുന്നത് മാജിക് നീഡിൽ എന്ന് പറയുന്ന സൈറ്റിൽ നിന്നാണ് കേട്ടോ. ഹോബി സ്റ്റോറിൻ്റെ യാണാണ്. 100% കോട്ടൺ യാണാണ് കേട്ടോ. ഇത് ഹോബി സ്റ്റോറിൻ്റെ യാണാണ്. പിന്നെ അതിൻ്റെ തന്നെ ഗ്രീൻ കളർ യാണ്. നമ്മൾ ഡാർക്ക് കളർ ലീഫാണ് ഇതുപോലെ മുകളിൽ ലീഫ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ തന്നെ നമ്മൾ ഡാർക്ക് കളർ മേടിച്ചാൽ മതി, ഗ്രീൻ കളർ. ഇനി നമ്മൾ ലൈറ്റ് കളറാണ് മുകളിൽ ചെയ്യുന്നത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതുപോലെ ലൈറ്റ് കളറ് ഗ്രീൻ ത്രെഡ് മേടിക്കുക. അപ്പോൾ ഇതിൻ്റെ തന്നെ നമ്മൾ ഡബിൾ ലെയർ ചെയ്താൽ മതി. ഇത് ഞാൻ മേടിച്ചിരിക്കുന്നത് ആമസോണിൽ നിന്നാണ് മേടിച്ചിരിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ ലിങ്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് മേടിച്ചിരിക്കുന്നത്. ഇതിൻ്റെ തന്നെ ലൈറ്റ് കളറും ഉണ്ടാവുമായിരിക്കും ഹോബി സ്റ്റോറിൽ. എനിക്ക് ആ സമയത്ത് ഞാൻ നോക്കിയപ്പോൾ അവൈലബിൾ ആയിരുന്നില്ല, അതുകൊണ്ടാണ് ഞാനിത് ആമസോണിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചു. അപ്പം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കാവേ. ഇതിന് ഞാൻ പറഞ്ഞ മാതിരി സിംഗിൾ ക്രോഷ്യോ ആണ് ഇതിൻ്റെ ബേസിക് സ്റ്റിച്ചാണ് നമ്മളിതിന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇതിന് ചെയ്യുന്നത് മാജിക് റിംഗ് ആണ് ഇടുന്നത്. അപ്പോൾ എങ്ങനെയാണ് മാജിക് റിംഗ് ഇടുന്നത് എന്നുള്ളത് നോക്കാം. അപ്പം നമ്മൾ യാൺ എടുത്തിട്ട് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത് 4 mm ഹുക്കാണ് എടുക്കുന്നത്. 4 mm ഹുക്കിലാണ് നമ്മളിത് ചെയ്യുന്നത്. 4 mm ഹുക്കിൽ നമ്മൾ മാജിക് റിംഗ് എങ്ങനെയാണ് ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതെന്തായാലും നമ്മൾ മസ്റ്റായിട്ടും പഠിച്ചിരിക്കേണ്ട കാര്യമാണ്. കാരണം ഇതിൻ്റെ ഈ മാജിക് റിംഗ് ഇട്ടാലേ നമുക്ക് ഇതുപോലെ ഈ ക്യാരറ്റിൻ്റെ ഈ അടിഭാഗം ഇങ്ങനെ ക്ലോസ് ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പം എന്തായാലും നമ്മൾ ഇത് മസ്റ്റായിട്ടും നമ്മൾ ഇങ്ങനെ ടൈറ്റാക്കി ചെയ്തെടുത്തേ പറ്റുള്ളൂ. അപ്പം മാജിക് റിംഗ് എന്തായാലും നമ്മൾ നന്നായിട്ട് ചെയ്യാനായിട്ട് പഠിക്കണം. അപ്പം അതിനു വേണ്ടി ഇങ്ങനെ എടുത്ത് ഒന്നിങ്ങനെ ഇതിനെ ക്രോസ് ചെയ്ത് വിടണം. എന്നിട്ട് ഇങ്ങോട്ട് തിരിക്കണം. എന്നിട്ട് നമ്മളുടെ ഹുക്കിനെ എടുത്ത് നമ്മൾ ഇങ്ങനെ അടീക്കോടെ എടുത്ത് ഇങ്ങനെ വലിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഇതിനെ ചുറ്റി നമ്മൾ ഈ കൈ കൊണ്ട് ഇവിടെ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ വലിക്കുമ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു സർക്കിൾ കിട്ടും. ഈ നീണ്ടിരിക്കുന്ന ഈ ത്രെഡിനെ നമ്മളിങ്ങ് വലിച്ചെടുക്കണം. ഓൾറെഡി അപ്പോൾ ഹുക്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ലൂപ്പ് കിട്ടും. ഇതിനെ ഈ ത്രെഡ് കൊണ്ട് ഇങ്ങനെ ഒരു ലൂപ്പ് എടുത്ത് ഇങ്ങനെ ഒന്ന് വലിച്ച് ടൈറ്റ് ചെയ്ത് ഇങ്ങനെ ഇടണം. കണ്ടോ, ഇതാണ് മാജിക് സർക്കിൾ. ഈ കിട്ടുന്നതാണ് നമ്മൾ മാജിക് സർക്കിൾ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒന്നും കൂടി കാണിച്ചു തരാവേ. നമ്മളുടെ ഈ ത്രെഡ് എടുത്തിട്ട് ഇങ്ങനെ പിടിക്കാം. എന്നിട്ട് ഇതിനെ ഒന്നും കൂടി ഇങ്ങനെ ചുറ്റിയിട്ട് ഇതിനെ ക്രോസ് വെക്കണം. എന്നിട്ട് ഇങ്ങനെ ചുറ്റി ഈ ഇതിനെടുത്ത് ഇങ്ങനെ വലിച്ച് ഇവിടെ ഇങ്ങനെ ഒന്ന് പിടിച്ചിട്ട് ഈ വിരലിങ്ങനെ ഊരിയെടുക്കുക. അപ്പോൾ നമുക്കിവിടെ ഓൾറെഡി ത്രെഡ് ഇങ്ങനെ കിടപ്പുണ്ടായിരിക്കും. ഇതിനെ പിടിച്ച് നമ്മളിതാ ഇങ്ങനെ എടുക്കുക. അപ്പോൾ ഈ നീഡിൽ ഇവിടെ ഈ ത്രെഡിൽ കിടക്കുന്നുണ്ടായിരിക്കും. നമ്മൾ ചെയിൻ ഇടുന്നത് പോലെ തന്നെ ഒരു ചെയിൻ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വലിച്ചിടുക. അപ്പോൾ ഇത് സെക്യൂറായി. കണ്ടോ, ഇതാണ് മാജിക് സർക്കിൾ. നമുക്കിവിടെ ഒരു സർക്കിൾ കിട്ടി. ഇനി ഈ സർക്കിളിലാണ് നമ്മൾ വർക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ സർക്കിളിൽ നമ്മൾ 6 സിംഗിൾ ക്രോഷ്യോ ചെയ്യണം. സിംഗിൾ ക്രോഷ്യോ ചെയ്ത വീഡിയോസും സിംഗിൾ ക്രോഷ്യോ പഠിപ്പിച്ച വീഡിയോയും എല്ലാം എൻ്റെ
ചാനലിൽ കിടപ്പുണ്ട്. ഞാൻ നിങ്ങളത് കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അതിൻ്റെ ലിങ്ക് പോയി കണ്ടിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതൊന്ന് പഠിക്കുക. അപ്പം ഇതിൽ നമ്മൾ സിംഗിൾ ക്രോഷ്യോ ചെയ്യാനായിട്ട് പോവാണ്. അപ്പം ഈ കാണുന്ന ചരടുണ്ടല്ലോ, ഈ കിടക്കുന്ന ഈ ത്രെഡ് നമ്മൾ വലിക്കുന്ന അനുസരിച്ച് ഈ സർക്കിൾ ഇങ്ങനെ ചെറുതാവും. അങ്ങനെയാണ് നമ്മൾ ഇത് ടൈറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഈ ഫസ്റ്റ് ഇട്ടിരിക്കുന്ന ഇതിനെ കൗണ്ട് ചെയ്യില്ല. ഇനി നമ്മൾ 6 എണ്ണം നമ്മൾ ചെയ്യും. 6 സിംഗിൾ ക്രോഷ്യോ ഇതിൽ ചെയ്യും. അതെങ്ങനെ സിംഗിൾ ക്രോഷ്യോ എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെടുത്ത് 1 കണ്ടോ, 2 3 ഇവിടെ ചെയിൻ 1 2 3 കണ്ടോ, 4 5 6 1 2 3 4 5 6 6 ചെയ്തു. എന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഈ ത്രെഡിനെ പിടിച്ച് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ചെറുതാവും. കണ്ടോ, മാക്സിമം നമ്മൾ ടൈറ്റ് ആക്കുക. മാക്സിമം ടൈറ്റ് ആക്കി കഴിഞ്ഞ് കഴിയുമ്പം ഇങ്ങനെ ടൈറ്റ് ആക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഫസ്റ്റത്തെ ഇത് കണ്ടോ, ഇതിലെ ഈ 2 എണ്ണം, ഈ വി പോലെയുള്ള ഈ 2 എണ്ണത്തിൻ്റെ ഉള്ളിൽ കൂടി നമ്മളിതാ ഇങ്ങനെ കയറ്റണം നീഡിലിനെ. കണ്ടോ, എന്നിട്ട് ഈ ത്രെഡ് വലിച്ച് ഇതിനെയാണ് സ്ലിപ്പ് സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഇങ്ങനെ വലിച്ച് ടൈറ്റ് ആക്കണം. കണ്ടോ, അപ്പൊ നമുക്ക് ഇവിടെ ഒരു സർക്കിൾ കിട്ടി. ഇങ്ങനെയാണ് നമ്മൾ റൗണ്ട് പ്ലേസ്മാറ്റ്സ് ഒക്കെ ചെയ്യുമ്പോൾ, പ്ലേസ്മാറ്റുകൾ ഉണ്ടല്ലോ, റൗണ്ട് ചെയ്യുമ്പം ചെയ്തെടുക്കുന്നത്. റൗണ്ടിന്റെ ബേസ് ഇങ്ങനെയാണ് ചെയ്തെടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ റൗണ്ട് ചെയ്തെടുത്തു. ഇപ്പൊ നമ്മൾ 6 സിംഗിൾ ക്രോഷ്യോ ഒക്കെ ചെയ്ത് നമ്മൾ ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമുക്കൊന്ന് നോക്കാം. 1 2 3 4 5 6 സ്റ്റിച്ചാണ് ഇനി ഇവിടെ ചെയ്യാനായിട്ട് ബാക്കിയുള്ളത്. ഇനി നമ്മൾ ചെയ്തു തുടങ്ങേണ്ടത് ഈ വി ചെയിൻ്റെ ഈ പുറകിലത്തെ ഈ ഭാഗത്തുള്ള ഈ സ്റ്റിച്ചിലാണ് നമ്മൾ ഇനി ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ ഇനി നമ്മൾ ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും കൗണ്ട് ചെയ്ത് വേണം ചെയ്യാനായിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് ഇവിടെ തൊട്ട് ചെയ്തു തുടങ്ങാം. ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യോ നമ്മൾ സെക്കൻഡ് ലെയർ ആണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം 1 ഫസ്റ്റത്തെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പം ഞാൻ ഇതിവിടെ ഒരു മാർക്കിംഗ് ഇടും. ഒരു സ്റ്റിച്ച് മാർക്കർ ഇട്ടിട്ടുണ്ട്. ഞാൻ ഇങ്ങനത്തെ ഒരു സ്റ്റിച്ച് മാർക്കർ ആട്ടോ ഇട്ടിരിക്കുന്നത്. 1 2 3 4 5 ഇത് ലാസ്റ്റത്തെ ആണേ. 6 ലാസ്റ്റത്തെ ഇത് കണ്ടോ, ഞാൻ ഈ സ്റ്റിച്ച് മാർക്കർ ഇട്ട കാരണം കൊണ്ട് ഇവിടെ ലാസ്റ്റത്തെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞപ്പം എനിക്കിത് മനസ്സിലായി, ഇത് ലാസ്റ്റത്തെ എത്തി എന്നുള്ളത്. ഈ ലാസ്റ്റത്തെ എത്തിക്കഴിഞ്ഞു കഴിയുമ്പം അതിനു മുൻപ് ലാസ്റ്റത്തെ എത്തിക്കഴിഞ്ഞു കഴിയുമ്പം അവിടെ 2 സിംഗിൾ ക്രോഷ്യോ ചെയ്യണം. 6 7 ഓക്കെ. ഇനി നമുക്ക് ഇവിടെ സ്റ്റിച്ച് മാർക്കർ ഊരിയിട്ട് പിന്നെ ഇതിപ്പം സെക്കൻഡ് ലെയർ കംപ്ലീറ്റ് ആയി. അടുത്തത് നമ്മൾ 1 കൗണ്ട് ചെയ്ത് അടുത്തത് ലെയർ നമ്മൾ ചെയ്യണം. 1 എന്നിട്ട് സ്റ്റിച്ച് മാർക്കർ ഇവിടെ ഇട്ട് കൊടുക്കണം. ഇതിപ്പോ നമ്മൾ തേർഡ് ലെയർ സ്റ്റാർട്ട് ചെയ്തു. 1
2. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഓരോ ലെയറും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മള് ഈ ലാസ്റ്റത്തെ ഈ ഫസ്റ്റത്തെ സ്റ്റിച്ച് തുടങ്ങുമ്പോൾ നമ്മൾ മാർക്ക് ചെയ്തിട്ടാണ് തുടങ്ങുന്നത്. ലാസ്റ്റത്തെ സ്റ്റിച്ച് എത്തുമ്പോൾ ഓരോന്ന് ഇൻക്രീസ് ചെയ്താണ് പോകുന്നത്. ഇപ്പം ഫസ്റ്റ് നമ്മൾ 6 എന്നുള്ളത് 7 ആക്കി, അടുത്ത ലെയർ 7 എന്നുള്ളത് 8 ആക്കി, അടുത്ത ലെയർ 8 എന്നുള്ളത് 9 ആക്കി, അങ്ങനെ ഇൻക്രീസ് ചെയ്താണ് പോകുന്നത്. അപ്പൊ നമുക്ക് ഈ ഫസ്റ്റത്തെ ഈ മാജിക് സർക്കിൾ ഇട്ടപ്പോ ഇവിടെ ഒരു ഇത് വന്നിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ ചെറുതായിട്ട് നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്ത് കളയാം. അല്ലെങ്കിൽ അത് ഉള്ളിൽ നമുക്കിങ്ങനെ ചുരുട്ടി വെക്കാം കേട്ടോ. നമുക്ക് ഇവിടുന്ന് കൗണ്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മാർക്ക് ഇടുന്നത് കേട്ടോ. 1, 2, 3, 4, 5, 6, 7, 8. ഇതിപ്പോ നമ്മളിനി അടുത്തത് ഫസ്റ്റത്തെ ചെയ്യാണ്. ഒന്ന്, 2, 3, 4. ഇങ്ങനെ നമ്മൾ 14 ലെയർ എത്തുന്നത് പോലെ നമ്മൾ ഇൻക്രീസ് ചെയ്തെടുക്കും. ഇപ്പം ഓരോന്ന് ഇൻക്രീസ്. ഇപ്പൊ ഫസ്റ്റ് ലെയറിൽ 6 എണ്ണം ആയിരുന്നു. അത് ലാസ്റ്റ് എത്തിക്കഴിഞ്ഞപ്പം ലാസ്റ്റ് ഈ ഫസ്റ്റ് നമ്മൾ 6 എണ്ണം ചെയ്തു. അത് കഴിഞ്ഞ് ലാസ്റ്റത്തെ സ്റ്റിച്ച് എത്തുന്നതിന് മുൻപ് ലാസ്റ്റത്തെ സ്റ്റിച്ച് എത്തിക്കഴിഞ്ഞപ്പം 6 എന്നുള്ളത് 6, 7 ഒരെണ്ണം കൂടുതൽ ചെയ്തു. അത് കഴിഞ്ഞ് അടുത്ത ലെയറിൽ നമ്മൾ 7, 8 ചെയ്തു. അടുത്ത ലെയറിൽ നമ്മൾ 8, 9 ചെയ്തു. അങ്ങനെ ഓരോന്ന് വീതം ഇൻക്രീസ് ചെയ്താണ് വരുന്നത്. അപ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഈ ക്യാരറ്റിന്റെ ഷേപ്പായിട്ട് കിട്ടുന്നത്. മനസ്സിലായോ? പിന്നെ നമുക്ക് ഈ ക്യാരറ്റിന്റെ ഈ ലെയർ പോലെയുള്ള ഈ ഒരു ഡിസൈൻ കിട്ടുന്നത് നമ്മൾ ഈ വി എന്ന് പറയുന്ന ഈ ഷേപ്പിന്റെ ഈ ഒരു ഭാഗത്തോടെ മാത്രം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോകുന്നത് കൊണ്ടാണ് ഈ സ്റ്റിച്ച് നമുക്ക് പുറത്തിങ്ങനെ കിട്ടുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ 6 എന്ന് പറയുന്നതിൽ 7 തൊട്ട് 14 സ്റ്റിച്ചസ് വരെ നമ്മൾ ചെയ്ത് നിർത്തും. അപ്പൊ നമുക്കിനി 14 സ്റ്റിച്ച് വരെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇതിന്റെ ഷേപ്പ് വരുന്നത് എന്നുള്ളത് കേട്ടോ. ഇനി നിങ്ങൾക്ക് ലോങ് ക്യാരറ്റ് ആണ് ചെയ്യേണ്ടത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാവേ. ഇപ്പം നിങ്ങളിപ്പം ഈ ആദ്യം നമ്മൾ 6 സിംഗിൾ ക്രോഷ്യോ ചെയ്തു. പിന്നെ നമ്മളത് 7 നമ്മൾ ഇൻക്രീസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മളത് 8 ഇൻക്രീസ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ 9 ഇൻക്രീസ് ചെയ്തു. അങ്ങനെയാണല്ലോ നമ്മൾ ചെയ്തു പോയത്. ഇപ്പൊ നിങ്ങൾക്ക് ലോങ് ആയിട്ടുള്ള ഒരു ഇതുപോലെ ലോങ് ആയിട്ടുള്ള ഒരു ക്യാരറ്റ് ആണ് നിങ്ങൾക്ക് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതേ ഇതിൽ തന്നെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതിനെ നിങ്ങൾ ആദ്യം 6 ചെയ്യുക, അത് കഴിഞ്ഞ് 7 ചെയ്യുക, അത് കഴിഞ്ഞിട്ട് ഈ 7 എന്നുള്ളതിനെ തന്നെ ഒന്നും കൂടി 7 ചെയ്യുക. ഈ ഒരു ലെയർ തന്നെ റിപ്പീറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് 8 ചെയ്യുക, അത് കഴിഞ്ഞിട്ട് പിന്നെയും 8 ചെയ്യുക, അത് കഴിഞ്ഞ് പിന്നെ 9 ചെയ്യുക, അത് കഴിഞ്ഞ് പിന്നെയും ഒന്നും കൂടി 9 ചെയ്യുക. അങ്ങനെ ഓരോ ലെയർ 2 പ്രാവശ്യം വെച്ച് ചെയ്യുക. അപ്പം ഇത് നമുക്കിങ്ങനെ
ഈ ക്യാരറ്റിന്റെ ലെങ്ത് കൂടുതൽ കിട്ടും. മനസ്സിലായോ? അങ്ങനെയാണ് ക്യാരറ്റ് ലെങ്ത്തിൽ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ ലെങ്ത്തിലുള്ള ക്യാരറ്റ് നമുക്ക് കിട്ടും. അപ്പൊ ഇത് നമുക്ക് 14 വരെ ചെയ്തിട്ട് കാണാം. ഇപ്പൊ നമ്മളുടെ 13ാമത്തെ ലെയർ വരെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ലാസ്റ്റ് ലെയർ ആണ് കേട്ടോ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് ലാസ്റ്റത്തെ ഇൻക്രീസ് വരെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ലാസ്റ്റത്തെ ലെയറാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇതാ ഇൻക്രീസിൻ്റെ അപ്പോൾ ഇതാ 1 നമ്മൾ വന്നിട്ട് ഇത് ഇവിടെ മാർക്കിടും. 1 2 3 4 5 6 7 8 9 10 11 12 13 കണ്ടോ? 13 വരെയായി. ഇതാണ്ട് ലാസ്റ്റത്തെ സ്റ്റിച്ച് വരെയായി. ഇതാ ഇവിടെ നമ്മൾ ഒരു ഇൻക്രീസും കൂടി കൊടുക്കും. ഇതാ 14. ഇനി നമുക്ക് നമ്മുടെ ക്യാരറ്റിന് ഇങ്ങോട്ട് ഇങ്ങനെ ഒരു ഷേപ്പ് വരുന്നുണ്ട് കണ്ടോ? ഇങ്ങോട്ട് ഇങ്ങനെ ഒരു ഷേപ്പ് വരുന്നുണ്ട്. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇത് കണ്ടോ? ഇങ്ങനെ ഒരു ഷേപ്പാണ് നമ്മുടെ ക്യാരറ്റിന് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടുന്ന് ഡിക്രീസ് ആണ് വരേണ്ടത്. ഇങ്ങനെ ഒരു കോൺ ഷേപ്പിൽ നിന്ന് ഇനി ഇങ്ങനെ വരണം. അപ്പോൾ അതിന് നമ്മൾ ഡിക്രീസ് ചെയ്യേണ്ടതിന് നമുക്ക് കുറച്ച് വരണം. നമ്മൾ ഇതിനെ നമുക്ക് ഇങ്ങനെ താഴോട്ടിടാം 1. ഇനി നമുക്ക് ഇതിനെ ഡിക്രീസ് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ നേരെ കുറച്ച് കൊണ്ടുവരണം. അതിന് മുൻപ് നമുക്ക് ഇതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പം അതിന് ഫില്ല് ചെയ്യാനായിട്ട് ഇവിടെ ഞാൻ കുറച്ച് ഫില്ലേഴ്സ് എടുത്ത് വെച്ചിട്ട് കണ്ടോ? ഇത് നമുക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാവേ. ഇതിൻ്റെ ഉള്ളിൽ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അധികമൊന്നും വേണമെന്നില്ല, ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമുക്കിനി ഇത് ഡിക്രീസ് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ ഇത് അളവ് പോവാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ സ്റ്റിച്ച് മാർക്കർ നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഡിക്രീസ് ചെയ്യാം. നമ്മൾ ഇതിൽ കൂടെ തന്നെയാണ് കേട്ടോ ഡിക്രീസും ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ഡിക്രീസ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഈ ഫസ്റ്റത്തെ സ്റ്റിച്ച് നമ്മൾ സ്കിപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. ഫസ്റ്റത്തെ സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ട് സെക്കൻഡ് സ്റ്റിച്ചിൽ നമ്മൾ ചെയ്യും. ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യാണ് ചെയ്യുന്നത്. ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യും. അടുത്ത സ്റ്റിച്ച് നമ്മൾ സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത സ്റ്റിച്ചിൽ നമ്മൾ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യും. അതായത് ഇപ്പൊ നമ്മൾ 14 സ്റ്റിച്ചാണ് നമുക്ക് പുറത്ത് കിട്ടിയിരിക്കുന്നത് ലാസ്റ്റത്തെ ലെയറിൽ. അപ്പൊ നമ്മളത് 7 സിംഗിൾ ക്രോഷ്യ ആയിട്ട് നമ്മളത് ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത് കേട്ടോ. അടുത്ത സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ട് അടുത്തതിൽ നമ്മൾ സിംഗിൾ ക്രോഷ്യ ചെയ്യും. ഇത് സ്കിപ്പ് ചെയ്തിട്ട് അടുത്തതിൽ ചെയ്യും നമ്മൾ. അടുത്തത് സ്കിപ്പ് ചെയ്ത് അടുത്തതിൽ ചെയ്യും. നമ്മളിവിടെ മാർക്ക് ചെയ്ത് വെക്കുന്നതിൻ്റെ ഉദ്ദേശം
മാർക്കിങ് ഇവിടെയായിരുന്നേ. നമ്മളിവിടെ മാർക്ക് ചെയ്ത് വെക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് എവിടം വരെ എത്തി എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. നമ്മളിത് ഇവിടെ ഇപ്പോൾ ഇനി ഒരു സ്റ്റിച്ചും കൂടി എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഡിക്രീസ് കറക്റ്റായിട്ട് വരുവേ. ഇതിങ്ങനെ വന്നു. നമ്മളിതാ ഇനി നമ്മൾ ഈ ത്രെഡ് നമ്മൾ പുറത്തേക്ക് എടുക്കുക. കുറച്ച് നീളത്തിലെടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്യുക. നമ്മുടെ ക്യാരറ്റ് റെഡിയായി. കണ്ടോ? ക്യാരറ്റിൻ്റെ ഇത് നമ്മളിതാ ഷേപ്പ് റെഡിയാക്കി എടുത്തു കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ടുള്ള ലീഫ് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ ബാക്കി ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഈ ലീഫ് നമ്മൾ ഉള്ളിൽ വെച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ ബാക്കി ലീഫും കാര്യങ്ങളും ഇതെല്ലാം നമ്മൾ ബാക്കി തുന്നുന്നതും കാര്യം ചെയ്യുന്നതും എല്ലാം ഈ ലീഫ് ഉള്ളിൽ വെച്ചതിന് ശേഷമാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഈ ലീഫ് ഇനി ചെയ്തെടുക്കാവേ. അപ്പം നമ്മളുടെ ക്യാരറ്റ് റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ അതിൻ്റെ ലീഫ്, അതായത് നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാരറ്റ്സിൻ്റെ പുറത്ത് ഇതുപോലെ ഇങ്ങനെ ചുമ്മാ ഇതുപോലെ കട്ടിക്ക് ഇങ്ങനെ ലീഫുകൾ കട്ട് ചെയ്ത് ഇങ്ങനെ ചുമ്മാ വെക്കണമെങ്കിൽ നമുക്ക് അങ്ങനെ വെക്കാം. അതിൻ്റെ ഉള്ളിലോട്ട് ഇറക്കി വെച്ചിട്ട് നമുക്കിത് നീഡിൽ വെച്ച് നമുക്കിങ്ങനെ ത്രെഡ് ചെയ്ത് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇനി അതല്ല, ഇതുപോലെ ലീഫുകൾ നമുക്കിങ്ങനെ തുന്നി ഇങ്ങനെ നല്ല ഭംഗിയിൽ ഇങ്ങനെ റെഡിയാക്കി ഒരു നമുക്ക് കീ ചെയിൻസ് ഒക്കെ ആയിട്ട് കൊണ്ടുപോകണമെങ്കിൽ കുറച്ചും കൂടി ഭംഗിയിലൊക്കെ വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം. ഇതിപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. അതിന് നമുക്ക് ആദ്യം ഒരു 10 ചെയിൻ ഇടാവേ. അപ്പം അതിന് ഞാൻ ഇതിൽ കനം കുറഞ്ഞ കോട്ടൺ ത്രെഡാണ് എടുത്തിരിക്കുന്നത്. 2.5 mm നീഡിലാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. അതിന് ഒരു 10 ചെയിൻസ് ഇടുന്നുണ്ട് കേട്ടോ. 2 3 4 5 6 7 8 9 10 ഈ 10 ചെയിൻ ഇട്ടിട്ട് അതിൽ ആദ്യത്തെ ചെയിനിൽ തന്നെ ഞാൻ ആദ്യത്തെ ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് രണ്ടാമത്തെ ചെയിനിൽ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്തു. എന്നിട്ട് അവിടെ നിന്ന് മുകളിലോട്ട് ഒരു 10 ചെയിൻ ചെയ്തു. 2 3 4 5 6 7 8 9 10. ആദ്യം ഇങ്ങനെ ഒരു 10 ചെയിൻ ചെയ്തു. പിന്നെ അവിടെ നിന്ന് ഒരു ചെയിൻ കളഞ്ഞിട്ട് രണ്ടാമത്തെ ചെയിനിലോട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് മുകളിലോട്ട് ഇങ്ങനെ ചെയ്തു. ഒരു 10 ചെയിൻ ചെയ്തു. ഇനി അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു ചെയിൻ വിട്ടിട്ട് താഴോട്ട് ഒരു ചെയിൻ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് താഴോട്ട് ഇങ്ങോട്ട് ഈ 10 ചെയിനിലോട്ടും സിംഗിൾ ക്രോഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ചെയിനിലാണ് ഞാൻ ഇങ്ങനെ ഇത് വർക്ക് ചെയ്തെടുക്കുന്നത്. ഓരോ ചെയിനിലും സിംഗിൾ ക്രോഷ് ചെയ്ത് അതിൻ്റെ ലീഫ് വർക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാവേ. ഇതിന്റെ ലീഫ് കയറി ഇറങ്ങി നീളം കൂടുതലും നീളം കുറവും ഒക്കെ ആയിട്ടിരിക്കും. രണ്ടാമത് അവിടെ തന്നെ ആദ്യത്തെ ഒരു 10 ചെയിൻ ചെയ്തില്ലേ, അവിടെ തന്നെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് പിന്നെയും മുകളിലോട്ട് 10 12 നമുക്ക് എത്ര ചെയിനാണ് വേണ്ടത് എന്നുള്ളതനുസരിച്ച് നമ്മളത് ആഡ് ചെയ്ത് വേണമെങ്കിൽ 8 ചെയിൻ ആക്കാം, അല്ലെങ്കിൽ 10 ചെയിൻ ആക്കാം, വേണമെങ്കിൽ 12 ചെയിൻ ആക്കാം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ലെങ്ത്ത് നിങ്ങൾക്ക് എത്രയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച്
നിങ്ങൾ ചെയിൻസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യുന്ന അനുസരിച്ച് നിങ്ങൾക്ക് എത്രയാണ് ലെങ്ത് വേണ്ടത് നിങ്ങൾ മുകളിലേക്ക് ആഡ് ചെയ്യുന്ന അതനുസരിച്ചിരിക്കും കേട്ടോ. ചെയിൻ സിംഗിൾ ക്രോഷ്യ തന്നെയാണ് ഇവിടെയും ഞാൻ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ ആദ്യം ചെയ്ത 10 ചെയിൻ ഉണ്ടല്ലോ അവിടെ കൊണ്ടുവന്ന് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ജോയിൻ ചെയ്യുക. എന്നിട്ട് ഈ ചെയിനിലേക്ക് നമ്മൾ ഇതുപോലെ ഇങ്ങനെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ടൊക്കെ ഇങ്ങനെ ജോയിൻ ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ജോയിൻ ചെയ്തെടുക്കുക. എന്നിട്ട് അവിടെ നിന്ന് മുകളിലോട്ട് ഇങ്ങനെ 1 2 3 4 5 6 7 8 9 10 ചെയിൻ പോലെ ചെയ്യുക. എന്നിട്ട് ആദ്യത്തെ ചെയിൻ വിടുക, സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിടുക ഇങ്ങനെ. എന്നാലേ ഈ അറ്റം ഭാഗം ഇങ്ങനെ ഷാർപ്പായിട്ട് നിൽക്കുകയുള്ളൂ. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ചെയിൻ തൊട്ട് നിങ്ങൾക്ക് സിംഗിൾ ക്രോഷ്യ ചെയ്യാം. 8 9 സിംഗിൾ ക്രോഷ്യ ചെയ്യാം. ഞാനിത് ഡബിൾ ലെയർ ഇടുന്നത് കൊണ്ടാണ് ഇത്രയും കട്ടി വരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സിംഗിൾ ലെയർ ഇടാം. ഇനിയിപ്പോൾ ഇപ്പൊ ലാസ്റ്റത്തെ വരെ എത്തി. അപ്പൊ നമ്മൾ ഇത് ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പം ഇതുപോലെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്യാം. ഇതിപ്പോ ഇവിടെ 3 ചെയിനും കൂടി ബാക്കിയുണ്ട്. അതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഇപ്പം ഓൾറെഡി ഇത് കണ്ടോ, ഇപ്പൊ ഓൾറെഡി ഞാൻ ഇതുപോലെ 3 എണ്ണം ഇതാക്കിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരെണ്ണം കൂടി ഇതുപോലെ ലീഫ് വേണമെങ്കിൽ ചെയ്തെടുക്കാം. ഇല്ല ഇനി വേണ്ട എന്നാണെന്നുണ്ടെങ്കിൽ വേണ്ട. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ ഇങ്ങനെ നീളത്തിലെടുത്തിട്ട് ഇതിങ്ങനെ കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഇതിനെ ഈ അറ്റവുമായിട്ട് നമ്മൾ ഇപ്പൊ ഞാൻ ഇതുപോലെ 3 ലീഫ് ഇതിങ്ങനെ ചെയ്തെടുത്തു. 3 ലീഫ് കണ്ടോ, ഇതുപോലെ ഈ ഫസ്റ്റ് ചെയ്ത ഈ ഇതിൽ ഇങ്ങനെ 3 ലീഫ് ചെയ്തെടുത്തു. ഇനി ഇതിനെ നമുക്ക് ഇങ്ങനെ ഒന്ന് ഒരുമിപ്പിച്ചെടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതിനെ ഈ അറ്റത്തേക്ക് ഞാനൊന്ന് കോർത്ത് കെട്ടുകയാണ്. നീഡിലെടുത്തിട്ട് ഇങ്ങനെ എടുത്ത് ഈ അറ്റത്തോട്ട് ഞാൻ ഇങ്ങനെ കോർത്ത് ഇങ്ങനെ വലിച്ചു. എന്നിട്ട് ഇത് രണ്ടും തമ്മിലൊന്ന് കൂട്ടിക്കെട്ട്. അത്രയേ ഉള്ളൂ. ആണോ, ആവശ്യമില്ലാത്ത ത്രെഡ് വേണമെങ്കിൽ കട്ട് ചെയ്ത് കളയാം നമുക്ക്. എന്നിട്ട് നമ്മൾ ഈ ക്യാരറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, ഇതിൻ്റെ ഉള്ളിലോട്ട് ഇതിനെ ഇനി നമ്മൾ ഇറക്കി വെച്ച് കൊടുക്കാനായിട്ട് പോവുക. ക്യാരറ്റിനെ നമ്മളെടുത്ത് ഇതിനെ നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ ഇറക്കി വെക്കും. കണ്ടോ, കണ്ടോ. അപ്പം ഇതിൻ്റെ ഈ ചെയ്യുന്ന ഈ ലീഫിൻ്റെ എണ്ണം ഇപ്പൊ ഇത് ഞാൻ 10 എണ്ണം ചെയ്തിട്ടുണ്ട്, ഇത് 10 എണ്ണം ചെയ്തു, ഇത് ഞാൻ ചെയിൻ ഒരു 8 എണ്ണമാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഇത് നീളം കുറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇനി ഇത് ഞാൻ ഈ ത്രെഡ് ഇച്ചിരി നീളം കൂടുതൽ എടുത്തിട്ടാണ് കട്ട് ചെയ്തേക്കുന്നത്. കണ്ടോ, ഇത് എന്തിനാണ് ഇങ്ങനെ കട്ട് ചെയ്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇവിടെ ലെയർ കോർത്ത് 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 ഇതിനെ ക്ലോസ് ചെയ്യണം, അല്ലെങ്കിൽ ഇത് നമ്മൾ ഊരിപ്പോരും. അപ്പൊ ഇതിനി എങ്ങനെയാണ് ക്ലോസ് ചെയ്യുന്നതെന്നുള്ളത് കാണിച്ചു തരാം. ഇനി നമുക്കിത് എങ്ങനെയാണ് ക്ലോസ് ചെയ്യുന്നതെന്നുള്ളത് കാണിക്കാവേ. ഇതിനെ നമ്മൾ ഈ ത്രെഡിനെ നമ്മൾ ഇതുപോലെ തന്നെ നീഡിൽ കോർത്ത്
ഇതിനെ ഒന്ന് ഇങ്ങനെ ഒന്ന് മാറ്റിയിട്ട് ഇതിൻ്റെ ഈ ഫസ്റ്റത്തെ ഈ ഉള്ളിലുള്ള ഈ ത്രെഡ് ഉണ്ടല്ലോ, നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്ത് വന്ന ഈ ത്രെഡുകൾ ഇതിനെ ഇതിലോട്ട് കോർക്കുക. എന്നിട്ട് ഇതുപോലെ തന്നെ ഇങ്ങനെ വലിച്ച് ടൈറ്റാക്കി ഇനി ഇത് മൂവ് ചെയ്യില്ല, ഇത് ടൈറ്റായിട്ട് ഇരുന്നോളും കേട്ടോ. ഇതിനെ ഒന്ന് ഇങ്ങനെ ഒന്ന് അമക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇത് ടൈറ്റായിട്ട് എവിടെയും പോകത്തില്ല, അവിടെ ഇരുന്നോളും. നല്ല ടൈറ്റായിട്ട് ഇരുന്നോളും. ഓക്കെ, ഇതിപ്പോൾ കറക്റ്റ് നമുക്കൊരു ക്യാരറ്റിൻ്റെ ഷേപ്പ് കിട്ടി കണ്ടോ. ഇനി നമുക്ക് ഈ ത്രെഡിനെ നമുക്കിതിൻ്റെ ഉള്ളിക്കൂടെ കയറ്റി നമുക്കിത് എവിടെയാണ് ഇതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും ഇതിൻ്റെ ഇടയിൽ കൂടെ നമുക്കിങ്ങനെ കയറ്റിയിട്ട് നമുക്കിതാ ഇങ്ങനെ വലിച്ച് കട്ട് ചെയ്ത് വിടാം. ഓക്കെ, ഒന്നൊന്ന് ടൈറ്റ് ചെയ്ത് വലിച്ചിട്ട് വലിച്ചു കഴിഞ്ഞാൽ അത് ഉള്ളിപ്പൊക്കോളും. നമ്മുടെ ക്യാരറ്റ് റെഡിയായി കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് സിംഗിൾ ക്രോഷ്യോ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് ഈസ്റ്ററിന് ഇതിൻ്റെ വലുത് ഉണ്ടാക്കിയിട്ട് ഒരു ബഞ്ചായിട്ട് നമുക്ക് ഉണ്ടാക്കി വെക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ക്യാരറ്റുകൾ നല്ല ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതല്ലേ, വേണ്ടോ. ഇത് കണ്ടോ, അതേ ഒരു ½ അവറിൽ നമുക്ക് നല്ല ഈസി ആയിട്ട് ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ക്യാരറ്റ്സ് ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇത് കണ്ടത് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ലെയർ കൂട്ടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ വലിയ വലിയ ക്യാരറ്റും നമുക്കിതുപോലെ ചെയ്തെടുക്കാം. ഇതിങ്ങനെ ഒരു ബഞ്ചായിട്ട് നമുക്ക് കെട്ടി വെച്ച് കഴിഞ്ഞാൽ ഈസ്റ്ററിന് നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഒരു ഡെക്കോറായിട്ട് നമുക്ക് വീട്ടിൽ വെക്കാനായിട്ടും നമുക്ക് പറ്റും. ഇങ്ങനെയുള്ള ഈ കുഞ്ഞു ക്യാരറ്റ്സ് നമുക്ക് ഇതുപോലെ കീ ചെയിൻ ഇതുപോലത്തെ സാധനങ്ങൾ നമ്മളിങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടോ, പിള്ളേർക്ക് നമുക്ക് ഇതുപോലെ നമുക്കോ ബാഗിലൊക്കെ ഇതുപോലെ കീ ചെയിനൊക്കെ ആയിട്ട് നമുക്ക് ഇടാൻ പറ്റുന്നതേ ഉള്ളൂ. ഈസ്റ്ററിൻ്റെ ടൈമിൽ നല്ല ഭംഗിയായിരിക്കും ഇട്ടാലൊക്കെ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.